ഷാജിദയുടെ വീട്ടിൽ നിന്നും രാവിലെ ഒരു വിചിത്ര ശബ്ദം കേൾക്കുകയാണ്. ഒരു വല്ലാത്ത തരത്തിലുള്ള ശബ്ദമാണ് ഷാജിദയുടെ വായിൽ നിന്നും ഉറക്കെ നാട്ടുകാർ കേൾക്കുന്നത്. ഇതിനൊപ്പം ആ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളും വല്ലാത്ത സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേട്ട് നാട്ടുകാരെല്ലാം ഓടുകയാണ് ആ വീട്ടിലോട്ട്. നാട്ടുകാരവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണ് ഷാജിദ പുറപ്പെടുവിച്ച ആ ശബ്ദം? എന്താണ് നാട്ടുകാർ അവിടെ കണ്ട ആ കാഴ്ച? ആ സംഭവത്തിലോട്ട് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഒരു വലിയ വീട്ടിലാണ് 54-കാരി ഷാജിദ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഒരൊറ്റ ബന്ധുക്കൾ പോലും ഷാജിദയ്ക്കില്ല. ആകെ കൂടി ഉണ്ടായിരുന്നത് ഒരു ഉമ്മ മാത്രമായിരുന്നു. ആ ഉമ്മയാണെങ്കിലോ 2 കൊല്ലം മുമ്പ് മരിക്കുകയും ചെയ്തു. പിന്നെ ഷാജിദ ആ വലിയ വീട്ടിൽ തനിച്ചാണ്. ഒറ്റപ്പെടൽ വല്ലാതെ അലട്ടിയത് കൊണ്ട് ഷാജിദ കുറച്ച് വളർത്തുമൃഗങ്ങളെയൊക്കെ ആ വീട്ടിൽ ഒപ്പം കൂട്ടിയിരുന്നു. പട്ടികളും പൂച്ചകളും ആടുകളും കോഴികളും പിന്നെ തത്തയും. തത്തയാണെങ്കിൽ സംസാരിക്കാനൊക്കെ ഷാജിദ തന്നെ പഠിപ്പിച്ചിരുന്നു. നല്ല അടിപൊളിയായിട്ട് തത്ത ഇടയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കും. ഇതൊക്കെ ഷാജിദയുടെ ട്രെയിനിങ് ആണ്. പിന്നെ എന്നും റേഡിയോ അടിച്ച് മുഴക്കി വയ്ക്കും. ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നതും ഷാജിദയ്ക്ക് ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെയാണ് ഷാജിദ സമയം ചെലവിട്ടിരുന്നത്. പിന്നെ ഇവരുടെ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മനുഷ്യർക്കും ആ വീട്ടിൽ അങ്ങനെ കയറാനൊന്നും പറ്റില്ല. അമ്മാതിരി ഏറ്റ മതിലുകളാണ് വീടിന് ചുറ്റോട് ചുറ്റും കെട്ടിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു ഗേറ്റ് മാത്രമാണ്, അത് ഫ്രണ്ടിൽ. അതുവഴി അല്ലാതെ ആൾക്കാർക്കൊന്നും പിന്നെ അങ്ങോട്ട് കയറാനും പറ്റില്ല. അങ്ങനെയുള്ള ആ വീട്ടിൽ നിന്നുമാണ് ഒരു നിലവിളി കേൾക്കുന്നത്. ഷാജിദയുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു വല്ലാത്ത ശബ്ദത്തിനൊപ്പം ആടും പട്ടിയും പൂച്ചയും തത്തയും ഒക്കെ കൂട്ടത്തോടെ നിലവിളിക്കാൻ തുടങ്ങി. ആകെ മൊത്തം പന്തികേടാണ് ആൾക്കാർക്ക് തോന്നിയത്. നാട്ടുകാർ ആ വീട്ടിലോട്ട് ഓടുകയാണ്. നേരെ ഗേറ്റും തള്ളി തുറന്ന് ആ വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് ഗേറ്റിനോട് ചേർന്ന്, അതായത് ആ മതിലിനോട് ചേർന്ന് ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട്. അതിൽ ചാവിയും വച്ചിട്ടുണ്ട്. പിന്നെ വീടിന് മുറ്റത്താണെങ്കിൽ 2 ചെരുപ്പും കിടപ്പുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തമ്മി പറഞ്ഞു, ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ഇതാരുടെ ചെരുപ്പ്? ഇവരെ അന്വേഷിച്ചാണെങ്കിൽ ആരും വരാനും ഇല്ല. എന്തായാലും വീടിന് ചുറ്റും നടന്ന് നാട്ടുകാർ ഷാജിദയെ വിളിക്കാൻ തുടങ്ങി. ഒരനക്കവും ഇല്ല. വിളി കേൾക്കാത്തത് കൊണ്ട് ആൾക്കാർക്കൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. വല്ലതും പറ്റിയോ? ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? ഇവിടുന്നല്ലേ ആ വിളിയും കേട്ടത്? ആരെങ്കിലും ഇനി ഈ സ്ത്രീയെ കൊന്നോ? അപ്പോഴുണ്ട് ഷാജിദയെ അന്വേഷിച്ച് നടന്ന കൂട്ടത്തിൽ ഒരാൾ ജനാല് ചെറുതായിട്ട് തുറന്നു കിടക്കുന്നത് കണ്ട് അതിനിടയിൽ കൂടി നോക്കിയിട്ട് അയാൾ ഒരൊറ്റ വിളി, അയ്യോ ഷാജിദ ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും ഓടി നോക്കുമ്പോൾ ഷാജിദ കട്ടിലിൽ വായും തുറന്ന് മലർന്നു കിടക്കുന്നു. ഷാജിദ മരിച്ചു. അയ്യോ, എല്ലാവരും ഞെട്ടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വീടാണേൽ അടച്ചിട്ടിരിക്കുകയാണ്. നാട്ടുകാരിൽ ഒരാൾ മെമ്പറെ വിളിച്ച് കാര്യം അറിയിച്ചു. അപ്പോഴാണ് ചിലരത് പറഞ്ഞത്, ഡേ ഇതിനകത്ത് ആരോ ഉണ്ട്. ഈ ഒരു ചെരുപ്പ് കണ്ട വണ്ടിയും വെളിയിലുണ്ട്. വന്ന ആൾ പുറത്തു പോയിട്ടില്ല എന്തായാലും. പിന്നെ എല്ലാവരും ഉറപ്പിച്ചു, ഇത് കള്ളൻ തന്നെ. ഇവനായിരിക്കും ഷാജിദയെ കൊന്നിട്ടിരിക്കുന്നത്. ഇവനെ പിടിക്കണമല്ലോ, വെറുതെ വിടരുത്. പറഞ്ഞുകൊണ്ട് നിന്നതും വാർഡ് മെമ്പറും എത്തി. അവരും നാട്ടുകാരും ചേർന്ന് കുന്തവും കുറുവടിയും ഒക്കെ കൈ പിടിച്ചുകൊണ്ട് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി. ഓരോരുത്തരും ഓരോ മുറിയിലായിട്ട് നോക്കി. എല്ലാവരുടെ കയ്യിലും ഓരോ കമ്പുകളുണ്ട്. ആരെങ്കിലും പതുങ്ങി നിൽപ്പുണ്ടോ എന്നറിയാനായിട്ട് ഓരോരുത്തരും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ ഉറക്കെ പറയുന്നത്, ദാ ഇവിടെ ഉണ്ട്. എല്ലാവരും ചെല്ലുമ്പോൾ കാണുന്നത് അടുക്കളയിൽ ഇരുട്ടത്തൊരാൾ മുഖം തിരിഞ്ഞ് പമ്മി നിൽക്കുകയാണ്. അയാൾ എത്ര പറഞ്ഞിട്ടും മുഖം ആർക്കും കൊടുക്കുന്നില്ല. ആൾക്കാർ പറഞ്ഞ്, ആരടാ നീ? തിരിയടാ, ഇങ്ങോട്ട് തിരിയടാ. സംഭവം ആ ആളുടെ അടുത്ത് പോകാൻ എല്ലാവർക്കും പേടിയാണ്. കയ്യിൽ വല്ല കത്തിയോ തോക്കോ കോടാലിയോ ഉണ്ടെങ്കിലോ? നാട്ടുകാർ കമ്പ് ഓങ്ങിക്കൊണ്ട് മുഖം തിരിയടാ എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയതും അയാൾ പതുക്കെ മുഖം തിരിച്ചു. ആ ആളെ കണ്ട് സർവരും ഞെട്ടി. അയ്യോ, ഇത് ഓട്ടോക്കാരൻ ഹമീബല്ലേ? നാട്ടിലെ എല്ലാവരും അറിയുന്ന ആളാണ് ഈ ഓട്ടോക്കാരൻ ഹമീബ്. എല്ലാവർക്കും പ്രിയങ്കരൻ. നല്ലൊരു കുടുംബസ്ഥനാണ് അയാൾ. 2 പെൺമക്കളും ഉണ്ട്.
അതിലൊരെണ്ണത്തിൻ്റെ കല്യാണം അടുത്ത ആഴ്ച നടക്കാനിരിക്കുകയാണ്. ഏത് പാതിരാത്രിയിൽ ഓട്ടം വിളിച്ചാൽ ഹമീബ്, അർദ്ധരാത്രി പോലും സ്ത്രീകൾക്ക് ഹമീബിൻ്റെ ഓട്ടോയിൽ ധൈര്യമായിട്ട് സഞ്ചരിക്കാം. അത്ര നല്ല മനുഷ്യൻ, നല്ല പെരുമാറ്റം. പിന്നെ ആരുമില്ലാത്ത ഈ ഷാജിദയുടെ വിശ്വസ്തനുമാണ് അയാൾ. ഹമീബിനെയാണ് എവിടെ പോണേലും ഷാജിദയും വിളിച്ചിരുന്നത്. കോഴിക്കും ആടിനുമൊക്കെ തീറ്റയെടുക്കാനും വീട്ടിൽ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുമൊക്കെ ഷാജിദ ഏൽപ്പിക്കുന്നതും ഹമീബിനെയാണ്. അങ്ങനെയുള്ള ആളാണ് ഈ ഷാജിദയെ കൊന്നിരിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിലെ ചോദ്യവും അതായിരുന്നു, എന്തിനിയാൾ ഇത് ചെയ്തു? കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാജിദയുടെ വിശ്വസ്തനായിരുന്നു ഇയാൾ. ബാങ്കിൽ പണം കൊണ്ടടയ്ക്കാനും ഷാജിദ ഏൽപ്പിച്ചിരുന്നത് ഹമീബിനെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഷാജിദയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ഹമീബിന് അറിയാമായിരുന്നു. എത്ര ബാങ്കിലുണ്ട്, ഏതൊക്കെ വീട്ടിൽ വച്ചിട്ടുണ്ട്, എല്ലാം. ആ സമയത്താണ് ഹമീബിൻ്റെ മോൾക്ക് ഗൾഫിൽ നിന്നും ഒരു കല്യാണാലോചന വരുന്നത്. പയ്യനാണെങ്കിൽ ഗൾഫുകാരൻ, നല്ല ബന്ധം, വിട്ടുകളയാൻ പറ്റൂല. അങ്ങനെ ഹമീബ് കല്യാണമൊക്കെ ഉറപ്പിച്ചു. പക്ഷേ കല്യാണത്തിന് സ്വർണവും പണവും സ്വരൂപിക്കണം. അതിനുള്ള പണം ഇയാൾക്ക് കയ്യിലില്ലതാനും. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ വട്ടായി നടക്കുമ്പോഴാണ് നമ്മുടെ ഷാജിദയുടെ മുഖം അയാളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നത്. അയാൾ നോക്കുമ്പോൾ പൂത്ത പണം. ആ സ്ത്രീക്കാണെങ്കിൽ ഒരൊറ്റ ബന്ധുക്കളില്ല, അവകാശികളില്ല. പക്ഷെ ചോദിച്ചാൽ അവർ ഇത്രയും പൈസയൊന്നും കൊടുക്കുകയുമില്ല. ഇനി അഥവാ തന്നാലും അത് കടമായിട്ടായിരിക്കും തരുന്നത്. അത് പിന്നെ തിരിച്ചു കൊടുക്കുകയും വേണം. പിന്നെ അയാൾക്ക് തോന്നിയ ഒരു ബുദ്ധി, ഇവരെ അങ്ങ് തട്ടിക്കളയാം, അതാവുമ്പോൾ പ്രശ്നം ഇല്ല എന്നായിരുന്നു. അങ്ങനെ ഹമീബ് ഒരു ദിവസം രാവിലെ 8:30 ഷാജിദയുടെ വീട്ടിലെത്തുകയാണ്. ആ സമയം അയാൾ തിരഞ്ഞെടുക്കാനും കാരണമുണ്ട്. ഈ സമയത്തൊക്കെ എല്ലാവരും ജോലിക്കൊക്കെ പോകും. പിന്നെ സ്കൂൾ സമയമാണ്. എല്ലാവരും അങ്ങനെയൊക്കെ കുറച്ച് തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ അധികം ആരും ശ്രദ്ധിക്കില്ല. അയാൾ സ്കൂട്ടർ ഗേറ്റിന് വെളിയിൽ മതിലിച്ചാരി വെച്ചു. പിന്നെ ഇയാൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഷാജിദ അയൽപക്കക്കാരുമായിട്ടൊന്നും വലിയ സഹകരണമില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാലും ആരും ശ്രദ്ധിക്കുക പോലുമില്ല. ഹമീബ് നേരെ അകത്ത് കയറി. നേരെ ചെല്ലുന്നത് ഷാജിദയുടെ ബെഡ്റൂമിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഷാജിദ അലമാരയിൽ തുണികളും സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കിയും പറക്കിയൊക്കെ വെച്ച് നിൽക്കുകയാണ്. ചോദ്യവുമില്ല, ഉത്തരവുമില്ല. ഈ മനുഷ്യൻ പിന്നാലെ കൂടി ചെന്ന് ഷാജിദയുടെ കയ്യിൽ കരുതിയിരുന്ന ഒരു ഷോൾ ഇട്ടങ്ങ് മുറുക്കി. അവർ കഴുത്ത് മുറുകിയതോടെ കട്ടിലേക്ക് വീണു. അവിടെ ഇട്ട് അയാൾ ശക്തമായി ഒന്നും കൂടി ആ കുരുക്കങ്ങ് മുറുക്കി വലിച്ചു. ആ സമയം ഷാജിദയുടെ തൊണ്ടയിൽ നിന്നും വേദന കൊണ്ടോ മരണവെപ്രാളം കൊണ്ടോ എന്തോ ഒരു വല്ലാത്ത ശബ്ദം പുറത്തു വന്നു. അത് കേട്ടതും തങ്ങളുടെ വളർത്തമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് ആ ജീവികൾക്ക് തോന്നിയിട്ടാവും അവറ്റകളെല്ലാം കൂടി കൂട്ട നിലവിളിയായിരുന്നു. ശേഷം ഇയാൾ അലമാരയിൽ നിന്നും സ്വർണവും പണവും ഒക്കെ എടുത്തു രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതാ മുൻവശം മുഴുവൻ നാട്ടുകാർ. പിൻവശത്താണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ. പിന്നെ അയാൾ അടുക്കളയിൽ പോയി പതുങ്ങി നിന്നു. നാട്ടുകാർ ഇയാളെ പിടിക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ ഈ പണവും സ്വർണവും ഒക്കെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പിടിക്കപ്പെട്ടിട്ടും ആ സ്വർണവും പണവും ഉപേക്ഷിക്കാൻ അയാളുടെ ആർത്തി അയാളെ അനുവദിച്ചില്ല. ശരിക്കും അയാൾ ചെയ്ത 2 മണ്ടത്തനമാണ് അയാളെ ശരിക്കും കുരുക്കിയത്. ഒന്ന്, സ്കൂട്ടറിൽ താക്കോല് വച്ചിട്ടാണ് അയാൾ വീട്ടിനകത്തോട്ട് കയറിയത്. കൃത്യം നടത്തിയിട്ട് ഉടനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. 2, ചെരുപ്പ് ഊരി വീട്ടിന് മുറ്റത്ത് തന്നെ ഇട്ടിരുന്നു. ശരിക്ക് പറഞ്ഞാൽ ഷാജിദ ഈ മരണം ചോദിച്ചു വാങ്ങിയെന്നേ നമുക്ക് പറയാൻ പറ്റൂ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സ്ത്രീ, ഒരു ബന്ധവുമില്ലാത്ത ഒരു ഓട്ടോക്കാരനെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. മാത്രമല്ല ഇത്രയും സ്വാതന്ത്ര്യവും അയാൾക്ക് കൊടുക്കരുതായിരുന്നു. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.